ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്നൊരു അൺബോക്സിങ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു പുതുതായിട്ടൊരു ഇൻക്യുബേറ്റർ മേടിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ചെറുകിട കോഴി കർഷകർക്കും അതുപോലെ തന്നെ കോഴി വളർത്തലിൽ ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ഇൻക്യുബേറ്റർ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ഇൻക്യുബേറ്റർ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞങ്ങൾ കൊറിയറായിട്ടാണ് കേട്ടോ വന്നത്. 2000 രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് ആയത്. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പൊട്ടിക്കുകയാണ്. കൊറിയർ വന്ന ഉടനെ പ്ലാസ്റ്റർ കൊണ്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഇത് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പൊട്ടിച്ചു. അപ്പോൾ ഇത് അതിൻ്റെ പ്ലഗ് ഒന്ന് വെച്ച് കൊറിയറായിട്ട് വന്നതല്ല. അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് അതിൻ്റെ ബൾബൊക്കെ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ട്രയലൊന്ന് നോക്കിയതാട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സംവിധാനം. അതിൻ്റെ ടെമ്പറേച്ചർ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 27.3 നമ്മൾ ഓണാക്കിയപ്പോൾ ഇത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു മുട്ട വിരിയാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ട ഒരു ടെമ്പറേച്ചർ. അപ്പോൾ ഇത് അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത്. മുകളിലാണ് ഇതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ, താഴെയാണ് നമ്മൾ മുട്ടയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സിസ്റ്റം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ അതുപോലത്തെ 40 വോൾട്ടിൻ്റെ 2 ബൾബുണ്ട്, അതേപോലെ തന്നെ 2 കുഞ്ഞ് ഫാന്, പിന്നെ 2 ചോക്ക്. ഇതിൽ അഡീഷണലായിട്ട് ഒരു ചോക്കും കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇടിയൊക്കെ വെട്ടണമെങ്കിൽ ഇത് ഫ്യൂസ് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഈ ഒരു കാണുന്ന ഒരു കമ്പി പോലത്തെ സംഭവമാണ് ഇതിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു മുകളിൽ ബോക്സിലായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു സംഭവം ഉള്ളത്. ഇതിൻ്റെ പ്ലഗാണ്. പിന്നെ ഇതാ ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു ചിപ്പ്, ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ കാണാൻ പറ്റും കേട്ടോ. 2 ഗ്ലാസ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻക്യുബേറ്റർ നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, അതുപോലെ അതിൽ എങ്ങനത്തെ മുട്ടയ്ക്കാണ് വെക്കേണ്ടത് എന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഇവർ ഈ ലീഫ്ലെറ്റിൽ വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വളരെ നല്ല ഒരു സംഭവമാണിത്. ഈ ഇൻക്യുബേറ്റർ ഓട്ടോമാറ്റിക്കായുള്ള ഇൻക്യുബേറ്റർ നമുക്ക് അവൈലബിൾ ആണെങ്കിലും അതൊക്കെ വളരെ പ്രൈസ് കൂടുതലാണ്. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു, ഇത് ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, ഇത് മാനുവലായിട്ടുള്ള ഇൻക്യുബേറ്ററാണ്. ഇതിൽ മുട്ട നമ്മൾ തന്നെ തിരിച്ചൊക്കെ വെച്ച് കൊടുക്കണം. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കറണ്ടിനാണ്. ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ 28 ദിവസം നമ്മൾ ചെറിയൊരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സക്സസ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.